സുഹൃത്തുക്കളെ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൽ 4-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. 4-ാം വാർഡിൽ കോടവേലി നാട്ടുതോടെന്നും പറഞ്ഞൊരു തോടുണ്ട്. ഈ തോട്ടിലേക്ക് ചകിരി മാലിന്യം ഒഴുക്കരുതെന്നും പറഞ്ഞ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉത്തരവുള്ളതാണ്. ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് KMB പുരുഷൻ ലീസിന് കൊടുത്തിരിക്കുന്ന ആൾ കയർ മുക്കുന്ന മാലിന്യം ഈ തോട്ടിലേക്കാണ് ഒഴുക്കുന്നത്. ഈ തോടൊഴുകിയെത്തുന്നത് പൂച്ചാക്കൽ തോട്ടിലേക്കാണ്. പൂച്ചാക്കൽ തോട്ടിൽ നിന്നും മത്സ്യം പിടിച്ചും കക്കാവാരിയും ഉപജീവനമാർഗം നടത്തുന്ന ഒത്തിരി പേരുണ്ട്. ഈ മാലിന്യം ഒഴുകുന്നത് കാരണം കക്കാവാരാനോ മത്സ്യമോ ഇപ്പോൾ ഈ തോട്ടിലില്ല. നാട്ടുകാരൻ MG ശ്രീകുമാർ വേസ്റ്റിട്ടെന്നും പറഞ്ഞ് 25,000 രൂപ പിഴ ഈടാക്കിയ ഭരണകൂടമാണ് നമുക്കുള്ളത്. എന്നിട്ടും തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിന് ഇത് ബാധകമല്ലേ? ഈ KMB പുരുഷൻ ഇങ്ങനെ ചകിരി മാലിന്യം ഒഴുക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. നമ്മുടെ ആരോഗ്യവകുപ്പും ഇത് ഒന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. വീട്ടിൽ ഒരു ചിരട്ടയിൽ വെള്ളം ഇരുന്നാൽ അത് കളഞ്ഞില്ലെങ്കിൽ കൊതുകുണ്ടാകും, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന ആൾക്കാർക്കും ഇതൊന്നും ബാധകമല്ലേ? പിന്നെ ഹരിതകർമ്മസേന വീട്ടിൽ വന്ന് 50 രൂപ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ സ്ഥലത്തില്ല എന്ന് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നതുമാണ്. എന്നാൽ ഈ തോട്ടിൽ എന്തോരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഓരോ വീട്ടിൽ നിന്നും തള്ളുന്നത് കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് പഞ്ചായത്തോ ഹരിതകർമ്മസേനയോ ഒന്നും നടപടിയെടുക്കാത്തത്? പിന്നെ പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പണത്തിന് വേണ്ടി കണ്ണടക്കുന്നതാണോ? സാധാരണക്കാരന് ദുർഗന്ധം വമിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഈ അധികൃതർ കണ്ണടക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? സാധാരണക്കാരനെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ പഞ്ചായത്തും ഭരണകൂടവും എന്തിനുള്ളതാണ്? മെമ്പറിനെ വിളിച്ച് ഈ തോടിൻ്റെ അവസ്ഥയും തോട്ടിലേക്ക് ചകിരി മാലിന്യം ഒഴുക്കുന്നു അതുമൊക്കെ കാണിച്ചു കൊടുത്തതാണ്. മെമ്പർ വന്ന് കണ്ടതുമാണ്. എന്നിട്ട് അവിടെ ചെന്ന് KMB പുരുഷനോട് പറയാമെന്ന് പറഞ്ഞും പഞ്ചായത്തിലൊരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുമൊക്കെ പോയതാണ്. എന്നാൽ യാതൊരുവിധ നടപടിയുമില്ല. വീണ്ടും അതേപോലെ തന്നെ വേസ്റ്റ് ഈ തോട്ടിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുർഗന്ധം വമിച്ചിട്ട് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് കാണുന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.